വീണ്ടും ലോകം വൈറസ് പിടിയിൽ. 2-3 ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന തലക്കെട്ടുകളാണിത്. 2019 ലോകം കീഴടങ്ങിയത് ഒരു മഹാമാരിക്ക് മുൻപിലാണ്. ആരും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വൈറസ്. 2019 അവസാന നാളുകളിലായിരുന്നു കോവിഡ് വൈറസ് പ്രത്യക്ഷപ്പെട്ടത്. 2020 അത് പിടിമുറുക്കി. ലോകം നിശ്ചലമായി. നിശബ്ദതയിൽ ആണ്ടുപോയ തെരുവുകൾ. പുറത്തിറങ്ങിയാൽ മരിച്ചു വീഴുന്ന അവസ്ഥ. കൊറോണ ഭീതിയിൽ ജനങ്ങൾ ആകുലപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു കാലം. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആ നാളുകൾ ഇന്ന് പേടിപ്പിക്കുന്ന ഓർമ്മയാണ്. എന്നാൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു വൈറസ് ലോകത്തെ കീഴടക്കുമോ എന്ന ആധിയിൽ ഭീതിയിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. HMPV, ഹ്യൂമൻ മെറ്റാന്യൂറോ വൈറസ്. കോവിഡ് ലോകം കീഴടക്കിയതിൻ്റെ 5ാം വർഷമാണ് HMPV ചൈനയിൽ വ്യാപിക്കുന്നത്. HMV വൈറസ് അതിവേഗം ചൈനയിൽ പടരുകയാണ് എന്നാണ് പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പുറത്തു വരുന്നത്. കോവിഡിന് സമാനമായ ഒരു ഭീകരാന്തരീക്ഷമാണ് ചൈനയിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് പലരും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞുവെന്നും പറയപ്പെടുന്നു. ശരവേഗത്തിൽ വൈറസ് പടരുന്നത് കാരണം ചൈനയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. രാജ്യം ചൈന ആയതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഔദ്യോഗികമായി പുറത്തുവിടില്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചൈനയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്ന പല പോസ്റ്റുകൾ, അവിടെ നിന്ന് വരുന്ന സ്ഥിരീകരിക്കാത്ത മാധ്യമ റിപ്പോർട്ടുകളുമാണ് നമുക്ക് ഈ വിവരങ്ങൾ തരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നാണ് ചൈനയിൽ നിന്നുള്ള ചില മലയാളികൾ പറയുന്നത്. ചൈന സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുകയാണെന്നും ഈ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും പറയുന്നു. ഒരുപക്ഷെ മരുന്നു മാഫിയകളുടെ അടുത്ത തന്ത്രമായിരിക്കാം ഇതുപോലുള്ള വാർത്തകളെന്നും അനുമാനിക്കാം. പുതിയ വൈറസിന്റെ പേരിൽ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി മരുന്നു മാഫിയകൾക്ക് അവരുടെ കച്ചവടം വളർത്താനുള്ള ലക്ഷ്യമാണോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. കൊറോണയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് HMPVക്കും ഉള്ളത്. ജലദോഷം, പനി, ശ്വാസതടസ്സം, തൊണ്ടവേദന, ചുമ, ഇതൊക്കെ തന്നെയാണ് HMPVയുടെയും ലക്ഷണങ്ങൾ. ശ്വാസകോശത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു വൈറസാണ് HMPV. വൈറസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ ചികിത്സ തേടിയില്ലെങ്കിൽ ഗുരുതരമാകാനും സാധ്യത കൂടുതലാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും രോഗപ്രതിരോധ ശക്തി കുറവായവർക്കും HMV വൈറസുകൾ പ്രശ്നമാകാൻ സാധ്യത കൂടുതലാണ്. HMV വൈറസുകൾക്ക് പ്രത്യേക ആൻറ്റിവൈറൽ ചികിത്സയോ അല്ലെങ്കിൽ വാക്സിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഗുരുതര പ്രശ്നമായി കണക്കാക്കപ്പെടുന്നത്. സമാന പ്രശ്നം തന്നെയായിരുന്നു കോവിഡ് വന്നപ്പോഴും ലോക ജനത അനുഭവിച്ചിരുന്നത്. 2001 ആദ്യമായി HMV വൈറസ് കണ്ടെത്തുന്നത്. നെതർലാൻഡ്സിലെ കുട്ടികളിലാണ് ആദ്യമായി വൈറസ് കണ്ടെത്തിയത് എങ്കിലും അതിനും വളരെ മുൻപ് തന്നെ ഈ വൈറസ് നമ്മുടെ ലോകത്തുണ്ട് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലും പണ്ട് മുതലേ ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയപ്പെടുന്നു. 2021 അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും HMPV പടർന്നിട്ടുണ്ട്. ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഇത് പുതിയതായി കണ്ടെത്തിയ വൈറസ് അല്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. എന്നാൽ ജാഗ്രത വേണം. തുടക്കത്തിൽ തന്നെ അണുബാധ നിയന്ത്രണത്തിലാക്കിയില്ല എങ്കിൽ ശ്വാസകോശത്തെ അത് സാരമായി ബാധിക്കുകയും ന്യൂമോണിയയിലേക്ക് കടക്കുകയും ചെയ്യും. സ്രവങ്ങൾ വഴി തന്നെയാണ് HMPV പടരുന്നത്. കൊച്ചുകുട്ടികൾക്കും പ്രായമായവർക്കും മറ്റസുഖങ്ങൾ ഉള്ളവർക്കും HMPV വൈറസുകൾ ഗുരുതരമാകാൻ സാധ്യത കൂടുതലാണ് എന്നാണ് കണ്ടെത്തലുകൾ. ചൈന ഔദ്യോഗികമായി ഈ വൈറസിനെ പറ്റിയോ മറ്റോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ അജ്ഞാത ന്യൂമോണിയ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് ചൈനയിൽ പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. പല മലയാളികളും തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത് രേഖപ്പെടുത്തുന്നുമുണ്ട്. അതിശൈത്യമായതിനാൽ തന്നെ ചൈനയിൽ ഇപ്പോൾ കോവിഡും HMPV ഇൻഫ്ലുവൻസയും വളരെ കൂടിയ നിരക്കിൽ പടരുന്നുണ്ട്. അതല്ലാതെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. തണുപ്പ് കാലം അവസാനിക്കുമ്പോൾ ഈ വൈറസിന്റെ ശമനം സ്വാഭാവികമായും ഉണ്ടാകുമെന്നാണ് അവിടെ നിന്ന് വരുന്ന വാർത്തകൾ. ഇവിടുത്തെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമെന്നാണ്
ചൈനയിൽ നിന്നുള്ള മലയാളികൾ പറയുന്നത്. HMV വൈറസ് കാലാകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും വ്യാപിക്കാറുണ്ട്. തണുപ്പുള്ള കാലാവസ്ഥ സമയത്താണ് ഇതിന് വ്യാപനശേഷി കൂടുതലായി കണക്കാക്കപ്പെടുന്നത്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് രോഗം കൂടുതലായി കാണപ്പെടുന്നതെന്നും പറയുന്നുണ്ട്. സ്രവങ്ങളിൽ നിന്നാണ് ഈ വൈറസ് പടരുന്നത്. അതുകൊണ്ട് തന്നെ ഗർഭിണികളും കുട്ടികളും മാസ്ക് ധരിച്ച് മാത്രമേ പുറത്തിറങ്ങാവൂ. അകലം പാലിക്കുക, കൈകൾ വൃത്തിയായി കഴുകുക, വൃത്തിഹീനമായ സ്ഥലങ്ങളിൽ തൊട്ടിട്ട് മൂക്കിലോ വായിലോ തൊടാതിരിക്കുക. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻപും പല സമയങ്ങളിലായി ഈ വൈറസ് കുട്ടികളിൽ കണ്ടിട്ടുള്ളതാണ് എന്നും പലപ്പോഴായി വന്നു പോകുന്ന ജലദോഷപ്പനികൾ ഒരുപക്ഷെ HMPV ആയിരിക്കാമെന്നും കേരളത്തിലെ ആരോഗ്യമന്ത്രി വിശദീകരിച്ചു. കോവിഡ് പോലെ അല്ലെങ്കിൽ കോവിഡിൻ്റെ വകഭേദം പോലെ അത്ര പേടിക്കേണ്ട ഒരു വൈറസ് അല്ല HMPV. വൈറസ് ബാധിച്ചാലും തുടക്കത്തിൽ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല. ഏതൊരു വൈറസും ബാധിക്കാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കോവിഡിൻ്റെ ഭീതി ഇപ്പോഴും വിട്ടുമാറാത്ത ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ചിലർ അതിനെ മുതലാക്കാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രമങ്ങൾ വിഫലമാകട്ടെ. ഭയമില്ലാതെ ജാഗ്രത പാലിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.